കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് ഒളിവിൽ കഴിഞ്ഞത് കെ ചാർലി എന്ന പേരിൽ. മംഗലാപുരം, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. ആക്രിവിറക്കിയും മത്സ്യത്തൊഴിലാളിയായും വരുമാനം കണ്ടെത്തി ഇരുമ്പ് കമ്പി കൊണ്ട് ദിവസങ്ങളെടുത്താണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചുമര് തുരന്നതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ദിൽഷ തിലകൻ കോഴിക്കോട്. ദിൽഷ, അതിവിദഗ്ധമായാണ് കുതിരവട്ടം തടവ് ചാടിയത്. അതിനുശേഷം ഒളിവ് ജീവിതവും അതിലേറെ വിദഗ്ധമായാണ്. എങ്ങനെയാണ് ഇത്രയും ദിവസം കണ്ണുവെട്ടിച്ച് ഒളിവിൽ സുഖസുന്ദരമായി ജീവിച്ചത്? സുഹേൽ പറഞ്ഞ പോലെ തന്നെ അതിവിദഗ്ധമായി തന്നെയാണ് ഈ പ്രതി ഏകദേശം 104 ദിവസത്തോളമാണ് പോലീസിനെ വട്ടം കറക്കിയത് എന്നുള്ളതാണ്. 104 ദിവസത്തെ ആശങ്ക, ദൃശ്യയുടെ കുടുംബത്തിൻ്റെ ആശങ്കയും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ മുംബൈയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതി വിനീഷ് ഒളിവിൽ കഴിഞ്ഞിരിക്കുന്നത് കെ ചാർലി എന്ന പേരിലാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നൽകിയ മൊഴി. അതായത് മംഗലാപുരം, മുംബൈയിൽ മാത്രമല്ല മംഗലാപുരം, ഡൽഹി, മുംബൈ എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതി ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്രി പെറുക്കിയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുമായും എല്ലാം തന്നെയാണ് അവിടെ വരുമാനം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരുമ്പ് കമ്പി, ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന സമയത്ത് തന്നെ അതിവിദഗ്ധമായി ഇരുമ്പ് കമ്പി സെല്ലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ എത്തിച്ച് ആ സെല്ലിൻ്റെ ചുമര് തുരന്നിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത്. മാത്രമല്ല പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ഥിരമായിട്ട് ജയിലിൽ നിന്ന് പ്രതി ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടായിരുന്നു. പ്രതിക്ക് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹതടവുകാരും ഇത് പോലീസിനെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതി മാനസികാരോഗ്യം അഭിനയിക്കുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയമുണ്ട്. കാരണം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷയുടെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. സുരക്ഷാ ജീവനക്കാരുടെ അഭാവമുണ്ട്. അവിടുത്തെ കെട്ടിടങ്ങളുടെ അവസ്ഥയെല്ലാം തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതി അതിവിദഗ്ധമായിട്ട് കുതിരവട്ടം മാനസികാരോഗ്യം അഭിനയിച്ച് ഇത്തരത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിപ്പെടാൻ വേണ്ടി അത്തരത്തിൽ മാനസിക അസ്വസ്ഥം അഭിനയിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കും. മാനസികാസ്വാസ്ഥ്യം വരെ അഭിനയിച്ച് ഫലിപ്പിച്ച മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി അവിടെ നിന്ന് ഇത്തരത്തിൽ ചുമര് തുറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ല അയാൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.